ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ നാരീസ്തനഭര നാഭീദേശം ദൃഷ്ട്വാ മാർഗ മോഹാവേശം നാരീസ്തനഭര നാഭീദേശം ദൃഷ്ട്വാ മാർഗ മോഹാവേശം ഏതന്മാംസവസാദി വികാരം മനസി വിചിന്തയ വാരം വാരം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സ്ത്രീരൂപം എന്ന് പറയുന്നത് വളരെ മനുഷ്യന് കറക്കുന്നതാണെന്നാണ്. അതുപോലെ അതിനെക്കുറിച്ച് ഭഗവാൻ ഇവിടെ പറയുകയാണ്, നീ ഒരു സ്ത്രീയെ കാണുന്നു, അപ്പോൾ സ്ത്രീയെ കണ്ടിട്ട് അവരുടെ സൗന്ദര്യത്തിൽ നീ മയങ്ങുന്നു, അവരുടെ കുജങ്ങളെ നീ ആശ്ലേഷം ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ അപകടമാണ്. പക്ഷേ നീ ഒരു തത്വം ആലോചിക്കണം. ഈ സ്ത്രീ രൂപം എന്ന് പറയുന്നത് എന്താണ്? നീ എന്ന് പറഞ്ഞാൽ സ്തനവും മാംസഗ്രന്ഥി എന്നാണ്. സ്തനം എന്ന് പറയുന്നത് മാംസത്തിൻ്റെ ഉരുള മാത്രമാണ്, അല്ലാതെ അതിൽ വേറെ ഒന്നുമില്ല. മുഖം ശ്ലേഷ്മാകാരം, അത് വാതവിത്ത കഫങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ആ മുഖം. അതിനെ നീ ചന്ദ്രനെ പോലെയാണ് കണക്കാക്കുന്നു. ഈ സ്തനങ്ങളെ, മാംസഗ്രന്ഥിയായ സ്തനങ്ങളെ നീ സ്വർണ്ണക്കുടങ്ങളായിട്ട് കണക്കാക്കുന്നു. പക്ഷേ അതുപോലെ തന്നെ ജഗന്നത്തെ ശ്രമന്മൂത്രക്ലിന്നം കരിവര ശിരസ്പർദ്ധി ജഗനം, കരിവര കാനത്വ പോലെയുള്ളതായ ആ ജഗനം സ്രവന്മൂത്രക്ലിന്നം, മൂത്രം അങ്ങനെ ശ്രമിച്ചുകൊണ്ട് അങ്ങനെ നാർദ്രമായിരിക്കുന്നതാണ്. ഇതാണ് സ്ത്രീരൂപം. ഈ സ്ത്രീരൂപത്തെ കണ്ടിട്ടാണ് നീ മോഹപ്പെടുന്നത്. അതാണ് പറയുന്നത്, നാരീസ്തനഭര നാഭീദേശം ദൃഷ്ട്വാ മാഗാമോഹാവേശം. ഹേ മൂഢാ, നീ മോഹാവിഷ്ടനായി മോഹത്തിന് അടിമപ്പെട്ട് നീ വലയരുത്, അതിന് പ്രാപിക്കരുതെന്നാണ്. എന്ത് ചെയ്തിട്ട്? നാരീസ്തനഭര നാഭീദേശം ദൃഷ്ട്വാ, നാരിയുടെ സ്ത്രീകളുടെ സ്തനഭരത്തെയും കുജങ്ങളെയും അതുപോലെ നാഭീദേശത്തെയും ഒക്കെ കണ്ടിട്ട് നീ അതിനെ വശപ്പെട്ട് അതിന് മോഹമുക്തനായിത്തീരരുത്, അതിനെ നീ കാമിക്കരുത് എന്ന്. കാരണം എന്താ? ഏതൻ മാംസവസാദി വികാരം, ഇത് മാംസം വസ മുതലായതുകൊണ്ടുണ്ടാക്കിയതാണ്. ഒന്നും നീ ആഗ്രഹിക്കുന്ന പോലെ അത്ര മഹനീയമൊന്നുമല്ല. ഈ ശരീരം എന്ന് പറയുന്നത് തന്നെ അത് വളരെ എല്ലാ തരത്തിലുള്ള അഴുക്കളുടെ ഇരിപ്പിടമാണ്. അതുപോലെ തന്നെ കൃതജ്ഞമാണ്, എത്ര പോറ്റിയാലും നിറയാത്തതാണ്, ദുഷ്പൂരമാണെന്നാണ് പറയുന്നത്. ജഠരം എന്ന് പറയുന്നത് നിറച്ചാലും നിറയാത്തതാണ്. അങ്ങനെയുള്ള ഈ ശരീരം, അതിനും വിശേഷിച്ച് സ്ത്രീയുടേത് സ്തനങ്ങളും അതുപോലെ തന്നെ ജഘനവും അതുപോലെ നാഭീദേശമൊക്കെ നിന്നെ വലിക്കുന്നുണ്ടാകും, നിന്നെ ആകർഷിക്കുന്നുണ്ടാകും. പക്ഷേ അതെല്ലാം മാംസവികാരമാണ്. മാംസവികാരമായതുകൊണ്ട് അത് അധിഷ്ഠിക്കത്തക്കതല്ല. നേരെ മറിച്ച് നമ്മുടെ മുൻപിൽ ഒരു മാംസക്കഷ്ണം, മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു മാംസക്കഷ്ണം കൊണ്ടിട്ടാൽ നാം അത് ഇതാക്കില്ല, അതിന് വെറുത്ത് തള്ളിക്കളയുകയാണ്. അതുപോലെ കരുതണം ഈ സ്ത്രീ രൂപത്തെയും. അതുകൊണ്ട് സ്ത്രീകളുടെ ഇത് ഉറങ്ങി നടന്ന് നിൻ്റെ ജീവിതത്തെ വ്യർത്ഥമാക്കരുത്. സ്ത്രീ രൂപത്തെ ധ്യാനിച്ചതുകൊണ്ട്, സ്ത്രീകളുടെ പുറകെ നടന്നതുകൊണ്ട്, സ്ത്രീകളുടെ സംഘം കൊണ്ട് സുഖം നേടിയതുകൊണ്ട് നിനക്കൊരു നന്മയും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് മൂഢാ, നീ ഗോവിന്ദനെ ഭജിക്കൂ. ഗോവിന്ദനെ ഭജിച്ച് നീ ആ ഭജനത്തിൽ കൂടി ഭഗവാനെ പ്രാപിച്ച് സച്ചിദാനന്ദ സ്വരൂപനായിട്ട് നിത്യവും നിരവധ്യവുമായ സുഖം അനുഭവിക്കൂ.